അപ്പോൾ ചിത്രകലയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 25 വർഷം കഴിഞ്ഞു. എൻ്റെ ഈ ഐഡിയ വേൾഡിൽ ആദ്യമായിട്ടാണ് കളിമണ്ണ് വെച്ചിട്ട് കുറച്ച് കഥാപാത്രങ്ങൾ ഉണ്ടാക്കി അത് ഫോട്ടോ എടുത്തിട്ട് സ്റ്റോറി ബോർഡ് ഉണ്ടാക്കാം. അവിടെ വന്ന ഒരു ആർട്ടിസ്റ്റും ആർട്ടിസ്റ്റ് സ്റ്റുഡൻറ്റും ഒക്കെ ഇത് കണ്ടിട്ട് വാ എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ തലത്തിൽ 105ഓളം എക്സിബിഷനുകൾ നടത്തി. കല എന്ന് പറയുന്നത് ആശയവും പ്ലസ് ആമാശയവും കൂടി ഒരുമിച്ച് പോകണം. ഈ ആമാശയം കറക്റ്റായിട്ട് പോയാലാണ് ആശയവും കറക്റ്റ് ടൈമിൽ വരും. അന്ന് ഈ വിസിറ്റിംഗ് കാർഡിന്റെ വലിപ്പത്തിൽ ഈ പെയിന്റിങ് പ്രിന്റ് ചെയ്യും, എന്നിട്ട് അത് 2 രൂപയ്ക്ക് വെക്കും. പുസ്തകം വാങ്ങുന്നത് പോലെ പെയിന്റിങ്സ് വാങ്ങുന്ന ഒരു കൾച്ചർ ഉണ്ടാക്കി എടുക്കണം. ലാലേട്ടൻ ഒരു പെയിന്റിങ് വരച്ചു കൊടുക്കാൻ പറഞ്ഞു. ലാലേട്ടന്റെ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ ബുദ്ധനോട് അദ്ദേഹത്തിന് ഒരു ഇഷ്ടമാണ് ഫീൽ ചെയ്തു. പിന്നെ കണ്ടതിന് ശേഷം എന്നെ വിളിക്കുകയും ചെയ്തു, വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ലാലേട്ടനാണ് എൻ്റെ ആർട്ട് എമംഗ് മാസസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇത്രയും ഇൻവെസ്റ്റേഴ്സ് എനിക്ക് കിട്ടി. നമ്മളുടെ വളർച്ച നമ്മുടെ കൂടെ ഉള്ളവരുടെ കൂടി വളർച്ചയാക്കി മാറ്റാൻ പറ്റും. ചിത്രകല കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയാറ് പൊതുവെ. അപ്പൊ അതല്ല, ജീവിക്കാൻ പറ്റും എന്ന് വരുമ്പോൾ നമ്മൾ മൂവ് ചെയ്യണം. അതിന്റെ പിന്നാലെ വരുന്നവർക്ക് അതൊരു വഴിയായിട്ട് മാറും. നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ബിസിനസ് ആൻഡ് കൾച്ചറൽ വെഞ്ചർ എന്ന് വെച്ചേക്കുന്നത്. സിനിമയിലേക്കുള്ള എൻ്റെ വരവിന് ലാലേട്ടൻ തന്നെയാണ് നിമിത്തം. ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ എഴുതി അതൊരു പുസ്തകമായി. അത് മമ്മൂക്ക പ്രകാശനം ചെയ്തിട്ടുണ്ട്. ഞാൻ വാശിക്കാരനാണെന്നാണ് പുസ്തകത്തിന്റെ പേര്. ഞാൻ 10ൽ 4 കൊല്ലം എഴുതിയിട്ട പാസ്സായത്. ആ വാശിക്ക് MLLB കഴിഞ്ഞു, MG യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായി. 4 പേർക്ക് ചെയ്യാവുന്ന ജോലി ചെയ്തിട്ടേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. ചിത്രകല, എഴുത്ത്, സിനിമ, സ്കൾപ്ചർ, അങ്ങനെ 4 വഴിക്കാണ് ഇപ്പോൾ ഞാൻ എൻ്റെ വർക്ക് നടത്തുന്നത്. ഒരു പ്രൊഡ്യൂസർ വിളിച്ചിട്ട് മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരു തിരക്കഥ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ മനോരമയ്ക്ക് വേണ്ടി 2 ഷോർട്ട് ഫിലിംസ് ചെയ്തു. ന്യൂയോർക്കിലേക്ക് ഒരു എക്സിബിഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഖത്തറിലെ ഫുട്ബോൾ വന്ന സമയത്ത് എൻ്റെ ഒരു പെയിന്റിംഗ് ലേലത്തിൽ വന്നിരുന്നു ദുബായിൽ. അത് 80 ലക്ഷം അടിസ്ഥാന വിലയിലാണ് വന്നത്. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു ആരാവണം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടി പറഞ്ഞാൽ മതി അറിയപ്പെടുന്ന ഒരു ചിത്രകാരനാവണം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞത് പെട്ടെന്നുള്ള തോന്നലിൽ ഞാൻ പറഞ്ഞത് എനിക്ക് രാജാ രവിവർമ്മയ്ക്ക് ശേഷം ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ പെയിന്റർ ആവണമെന്നാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ലേഖനം വന്നു. അതായത് രവിവർമ്മയ്ക്കും ഹുസൈനും ശേഷം ഇനി ആര് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനത്തിൽ 10 പേരുടെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നു. എന്നെ ആദ്യത്തെ കൊല്ലം പഠിപ്പിച്ച ഒരു ടീച്ചർ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്നു, എടാ നിന്നെ പോലത്തെ ഒരു പയ്യന്റെ ഫോട്ടോ കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു, ഒരു റാസി റൊസാരിയോ എന്ന് പറഞ്ഞിട്ട്, അതിന്റെ മുഖച്ചാൽ നിന്റെ പോലെ തന്നെ ആയിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു ടീച്ചർ അത് ഞാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ ടീച്ചർ ഇങ്ങനെ കുറച്ചു നേരം വായ വിളിച്ചിട്ട് അയ്യോ ഞാൻ കരുതിയത് നീ വല്ല തുണിക്കടയിൽ നിൽക്കുമായിരിക്കും എന്നാണത്. അത് എനിക്ക് ശരിക്കും പാബ്ലോ പിക്കാസോയെ കവർ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമസ്കാരം, വെൽക്കം ടു JC സ്റ്റുഡിയോ. JC സ്റ്റുഡിയോയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളതാണെന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കൂടെ ഇപ്പോൾ ഇരിക്കുന്ന വ്യക്തി അദ്ദേഹം ഒരു ചിത്രകാരനാണ്. മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് ആർട്ടിസ്റ്റിനൊക്കെ അദ്ദേഹം ചിത്രം വരച്ച് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. വ്യക്തമായിട്ടുള്ള ധാരണ എനിക്കില്ല. പക്ഷെ പേര് കൊണ്ട് തന്നെ ഒരു വെറൈറ്റി പുള്ളിക്കാരനുണ്ട്, കോലം കൊണ്ടും ഒരു വെറൈറ്റി ഉണ്ട്. ഉള്ള കാര്യം പറയണമല്ല, ചിരിക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പേര് റാസി റൊസാരിയോ എന്നാണ്. പേര് കേട്ടപ്പോൾ തന്നെ റൊസാരിയോ എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ എനിക്ക് പോയി. പക്ഷെ പുള്ളിനെ നേരിട്ട് കണ്ടപ്പോൾ അതിൻ്റെ അപ്പുറം ഇരുന്ന് ഒരു വില്ലൻ ലുക്ക്, ടൺ 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 ടാൻ. അപ്പോൾ നേരിട്ട് നമുക്ക് ആ ക്യാമറ ഒന്നും അങ്ങോട്ട് വെൽക്കം റാസി ബൈ. നമസ്കാരം. എന്താണ് ഈ കോലത്തിൻ്റെ പ്രത്യേകത? ആദ്യം അത് പറ. ഇത് ബുദ്ധി കൂടി വന്നപ്പോൾ മുടിക്ക് തലയിൽ നിൽക്കാൻ പറ്റാതായി. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് താടിയായിട്ട് മുടി അങ്ങനെ എടുത്ത് കളഞ്ഞു. ഈ മഴയുടെ സമയത്തൊക്കെ നല്ലതാണ്. അതായത് നിങ്ങൾക്കൊക്കെ ജലദോഷം വരും, പക്ഷെ എനിക്കെന്ന് പറയുന്നത് തട്ടി തെറിച്ച് പോകണമുണ്ട് ഈസിയായിട്ട്. ഞാൻ പറയുന്നതിൻ്റെ വേറൊരു കാര്യമുണ്ട്. കാരണം പടച്ചോൻ എല്ലാവർക്കും, കുറച്ച് ആൾക്കാർക്ക്, എല്ലാവർക്കും ഇല്ല, കുറച്ച് ആൾക്കാർക്ക് പൊക്കം കൊടുത്തു, പക്ഷെ എനിക്ക് ബുദ്ധി കൊടുത്തില്ല. എനിക്ക് പൊക്കം തന്നില്ല, എനിക്ക് ബുദ്ധി തന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ അഹങ്കാരം ഇല്ല. എന്റെ മൂത്തോക്കിൽ അങ്ങനെ വല്ലതും തോന്നണ്ട, എനിക്ക് അങ്ങനെ അഹങ്കാരം ഇല്ല. അപ്പൊ നിങ്ങൾ അതിന്റെ വേറൊരു പതിപ്പാണ്. കുഴപ്പമില്ല, ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ. എന്തായാലും ഇങ്ങനെ ഒരു അഭിമുഖം നമ്മൾ തമ്മിൽ ഒരു 4-5 ദിവസത്തെ ഫോണിലോടുള്ള ബന്ധമായിരുന്നു. സംസാരിച്ചപ്പോൾ തന്നെ നിങ്ങൾ എനിക്കൊരു കാര്യം ഓഫർ ചെയ്തു. ഞാനായതുകൊണ്ട് ഇന്നത് ക്ഷമിച്ചു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു 3-4 പേർക്കുള്ള ബിരിയാണി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പറ്റിച്ച കള്ളനാണ്. ഇന്ന് വന്ന് കയറുമ്പോൾ ഒരു ബുക്ക്, സോറി ബിരിയാണി കിട്ടിയില്ല, ഇത് ഞാൻ എഴുതിയ എൻ്റെ ഫലിതങ്ങളാന്ന് പറഞ്ഞൊരു ബുക്ക് തന്നു. ഞാൻ ക്ഷമിച്ചു. വീണ്ടും എൻ്റെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനകത്തൊരു അധ്യായത്തിൻ്റെ പേര് ബിരിയാണി എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അതാണ് ബിരിയാണി തരാമെന്നുണ്ട് ബുക്ക് കൊണ്ടുവന്നത്. ശരി. എന്തായാലും ഒരു കലാകാരൻ, കല എന്ന് പറയുമ്പോൾ കലയിൽ 2-3 വിഭാഗങ്ങളിൽ കൈവച്ചിട്ടുള്ള ഒരാളാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് നിങ്ങളെക്കുറിച്ച് ഷിഹാബ് സാർ എന്നോട് പറഞ്ഞപ്പോൾ, ഷിഹാബ് സാർ നിങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം അല്ല, അതൊരു ട്രെയിലറാണ് എന്നെ കാണിച്ചു തന്നത്. അത് ട്രെയിലർ കണ്ടപ്പോൾ എനിക്കതൊരു
സ്റ്റോറി ബോർഡ് പോലെ ഫീൽ ചെയ്തത്. അപ്പോൾ തന്നെ ഞാൻ ഷിയാബ് സാറിന് ഞാൻ അവിടെ നിന്ന് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു, സാറേ പുള്ളിയോട് പറയണം മമ്മൂക്കാനൊന്ന് പോയി കാണാൻ പറയണം. കാരണം പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരം കൊടുക്കുന്ന ഒരാളാണ് മമ്മൂക്ക. മമ്മൂക്കാനൊന്ന് പോയി കണ്ട് ഡയറക്റ്റ് ഒന്ന് ഈ ഒരു സംഭവം ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. കാരണം മമ്മൂക്കയുടെ പ്രത്യേകത തന്നെയാണ് പുതിയ ഡയറക്ടേഴ്സിന് ഒരുപാട് അവസരം കൊടുക്കുന്നത്. കാരണം അവർക്ക് എന്തോ കഴിവുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഈനാഷു അല്ലേ, അതിന് മുമ്പിൽ വേറെന്തോ കൂടി പേരുണ്ടായിരുന്നല്ലേ, ഇടിമിന്നൽ ഈനാഷു. ഇടിമിന്നൽ ഈനാഷു എന്ന് പറഞ്ഞ സാധനം യൂട്യൂബിൽ ഞാൻ ഷിയാബ് സാർ എനിക്ക് എൻ്റെ ലിങ്ക് അയച്ചു തന്നു. ലിങ്കല്ല, പേര് പറഞ്ഞു തന്നെ അവിടെ നിന്ന് അയച്ചു തന്നു. ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര, സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത് ഇങ്ങനെയും ഒരു സ്റ്റോറി ബോർഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്, അതൊരു വെറൈറ്റിയാണ്. കഥാപാത്രങ്ങൾ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നു, വാഹനങ്ങൾ പ്രോപ്പർട്ടി അതും കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അത് മേശപ്പുറത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത്. മേശപ്പുറത്ത് വെച്ച് നിങ്ങളത് കൈ കൊണ്ടാണ് ചലനം പുറത്തേക്കുന്നത്. പക്ഷെ അത് ഭംഗിയായിട്ട് എഡിറ്റിംഗ് ടേബിളിൽ ഭംഗിയായിട്ട് ചെയ്തു, ഷൂട്ടിംഗ് ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഐഡിയ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സ്റ്റോറി ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആർട്ടിസ്റ്റ് ആണെങ്കിലും എനിക്ക് വേഗതയിൽ വരയ്ക്കാൻ പറ്റില്ല. പെയിൻറ് ചെയ്ത് കുറേ ദിവസങ്ങളെടുത്ത് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്റ്റോറി ബോർഡ് വരയ്ക്കണമെങ്കിൽ നമ്മൾ വേഗം ഡ്രോയിങ് ചെയ്ത് പോകണമല്ലോ. അപ്പോൾ അങ്ങനെ വരാതെ ഇപ്പോൾ ഞാൻ കരുതി ഒന്നൊരു പണിയാം, ഈ കളിമണ്ണ് വെച്ചിട്ട് കുറച്ച് കഥാപാത്രങ്ങൾ ഉണ്ടാക്കി അത് ഫോട്ടോ എടുത്തിട്ട് സ്റ്റോറി ബോർഡ് ഉണ്ടാക്കാം എന്ന് കരുതി. അങ്ങനെയാണ് അത് ആ ചിന്ത വന്നത്. പക്ഷെ അത് ഒരു ചെറിയ ബാറ് കിട്ടും കളിമണ്ണ്, ചൈന ക്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരു പോലീസുകാരൻ്റെ വേഷം ഉണ്ടാക്കിയിട്ട് അത് ഫോട്ടോ എടുത്ത സമയത്ത് ഞാൻ ഒന്ന് പാൻ ചെയ്ത് ഒരു വീഡിയോ കൂടി എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ക്ലേ വാങ്ങാൻ വേണ്ടിയിട്ട് ആലുവയിൽ ABC എന്ന് പറയുന്ന ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ഇത് കാണിച്ചു വീഡിയോ. അപ്പോൾ അവിടെ വന്നൊരു ആർട്ടിസ്റ്റ് സ്റ്റുഡൻറ്റും ഒക്കെ ഇത് കണ്ടിട്ട് വാവ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പാൻ ചെയ്തപ്പോഴേക്കും വാവ് എന്ന് ഇത്രയും പേര് പറയുന്നുണ്ടെങ്കിൽ അപ്പം മൊത്തത്തിൽ ഉണ്ടാക്കി എന്തായിരിക്കും എന്നൊരു അങ്ങനെ പറയും. അപ്പം ആ ഒരു അതിൽ നിന്നാണ് അവരുടെ വാവ് എന്നാണ് എനിക്ക് ആ പ്രചോദനം കിട്ടിയത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ കരുതി എന്നൊരു ട്രെയിലർ പോലെ ഒരു സാധനം ഉണ്ടാക്കാം എന്ന് കരുതി. അങ്ങനെ ഈ കഥാപാത്രങ്ങളെ ഒക്കെ ഉണ്ടാക്കിയിട്ട് സ്കൂള്, അതുപോലെ കാബറെ ഡാൻസ് ചെയ്യണ സ്ത്രീ, അതുപോലെ ബാറ്, അങ്ങനെ കുറേ സാധനങ്ങൾ, പിന്നെ ജീപ്പ്, കാറ്, അതൊക്കെ ഉണ്ടാക്കി. ലോറി നാടൻ നമ്മുടെ പഴയ മോഡൽ ലോറി ഉണ്ടാക്കിയേക്കുന്നത്. പണ്ട് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ ലോറി കാണുമ്പോൾ ഒരു പേര്, കാരണം അന്ന് ഈ ലോറി ആക്സിഡന്റ് ആണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ വെച്ചാൽ ആ ലോറി ആക്സിഡന്റ് അത് അന്നത്തെ ഒരു ലോറിയുടെ ഷേപ്പും വേറെയാണല്ലോ. പിന്നെ തമിഴ്നാട് ലോറിയാണ് ഇത് ഇന്നത്തെ, അതൊക്കെ വല്ലപ്പോഴാണ് നമ്മളിവിടെ ഈ റോഡിലൂടെ കാണുള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ പഹയൻ ഞാൻ വെച്ച് പഴയ ലോറിയിൽ ഉണ്ടാക്കി വെച്ചാൽ അപ്പൊ അതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ തടി അങ്ങനെ എന്തായിട്ട് ചെയ്തു. അത് അപ്പൊ അത് ചെയ്തിട്ട് രാജേഷ് ഗോപാൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരനുണ്ട്. അപ്പൊ അവന് എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ പണി അറിയാം, ക്യാമറ എഡിറ്റിങ് എല്ലാം അറിയാം. അങ്ങനെ പുള്ളിയാണ് വന്നിട്ട് അത് ഷൂട്ടൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും പേര് പരാമർശിക്കരുത്. പുള്ളി ഇന്നലെ എന്നെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞതാ. ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചു, സച്ചിൻ എനിക്ക് വരാൻ പറ്റില്ല, കാരണം എനിക്ക് ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് പെർമിഷൻ കിട്ടിയില്ല. അപ്പൊ അവിടെ സെൻസർ ബോർഡ് കട്ട് ചെയ്തു, പുള്ളിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. അതൊരു സൗഹൃദത്തിന്റെ പേരിൽ വർക്ക് ചെയ്താണ്. അപ്പൊ അത് ഒത്തിരി പേര് പറഞ്ഞു നല്ല ക്യാമറയും എല്ലാം കൂടി ചേർന്നപ്പോഴാണ് അത് അത്രയും ഭംഗിയായത്. നന്നായിട്ട് വർക്ക് ചെയ്തത്, നല്ലൊരു ഇതായിരുന്നു. ഇനി നിങ്ങളുടെ ചിത്രകലയെ കുറിച്ചിട്ട്. ഞാൻ ചിത്രകലയിലേക്കാണ് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ചിത്രകലയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 25 വർഷം കഴിഞ്ഞു. അപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ 105ഓളം എക്സിബിഷനുകൾ നടത്തി. അത് കോളേജ് ക്യാമ്പസുകൾ, ഗ്രാമങ്ങൾ, ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. അവിടെ നിങ്ങളെന്തോ ബിസിനസ്, ഒരു ചിത്രത്തിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്ത് അതിങ്ങനെ ബിസിനസ് പരമായിട്ടൊക്കെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു. ആളാരെന്ന് പറയില്ല, മേടിച്ചു ചൂണ്ടിക്കാണിച്ച. അല്ല, ഇതെന്ന് പറഞ്ഞാലേ ഈ കല എന്ന് പറയുന്നത് ആശയവും പ്ലസ് ആമാശയവും കൂടി ഒരുമിച്ച് പോകണം. അപ്പൊ ഈ ആമാശയം കറക്റ്റായിട്ട് പോയാലാണ് ആശയവും കറക്റ്റ് ടൈമിൽ വരും. ഞങ്ങളുടെ പ്രശ്നം ഇപ്പൊ ആശയം മാത്രമേ ഉള്ളൂ, ഇപ്പൊ ഞങ്ങളുടെ ആമാശയം വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ വർക്ക് ചെയ്യില്ലാന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതാ പറയാം, നല്ല ബുദ്ധി ഉണ്ട്, ഞാൻ മനസ്സിലായി, നേരത്തെ കൂട്ടി കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് എന്താ വെച്ചാല് ഞാനത് വർക്ക് ചെയ്യുമ്പോ തന്നെ അന്ന് ഈ വിസിറ്റിംഗ് കാർഡിന്റെ വലിപ്പത്തില് ഈ പെയിന്റിങ് പ്രിന്റ് ചെയ്യും. എന്നിട്ട് അത് 2 രൂപയ്ക്ക് വെക്കും. അപ്പൊ 1 രൂപ നമ്മൾ ചെലവിട്ടിട്ട് 2 രൂപയ്ക്ക് വെക്കും. അപ്പൊ അത് ഈ കോളേജ് ക്യാമ്പസുകളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ കോളേജിൽ ഇപ്പൊ പഠിക്കുന്നവർ 10 കൊല്ലം കഴിയുമ്പോൾ എല്ലാ മേഖലയിലും വരും. അപ്പൊ അവർ ആദ്യം പർച്ചേസ് ചെയ്ത പെയിന്റിങ് 2 രൂപയാണ്, പക്ഷെ
അപ്പോൾ ആദ്യം പർച്ചേസ് ചെയ്ത പെയിന്റിങ് എൻ്റെതായിരിക്കും. അപ്പോൾ പുസ്തകം വാങ്ങുന്നത് പോലെ പെയിന്റിങ്സ് വാങ്ങുന്ന ഒരു കൾച്ചർ ഉണ്ടാക്കി എടുക്കണം എന്ന് കരുതിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ബുദ്ധി. ഇപ്പോൾ അന്ന് ഞാൻ എൻ്റെ പെയിന്റിങ് ഞാൻ വിൽക്കുന്നത് പലപ്പോഴും 100 രൂപയ്ക്ക് വരെ വിറ്റിട്ടുണ്ട്. ഒരു സ്ക്വയർ ഫീറ്റിന്റെ 100 രൂപയ്ക്ക് ഉണ്ട്. ഇന്നിപ്പോൾ അത് 20 ലക്ഷം രൂപ വാല്യൂയിലേക്ക് വന്നു. കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് മോഹൻലാലിന് വേണ്ടിയിട്ട് ലാലേട്ടൻ ഒരു പെയിന്റിങ് വരച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വലിയത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വരയ്ക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അത് റാസിയുടെ ഇഷ്ടം പോലെ വരച്ചു, റാസിയുടെ സ്റ്റൈൽ ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലാലേട്ടൻ്റെ കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ ബുദ്ധനോട് അദ്ദേഹത്തിന് ഒരു ഇഷ്ടം ഫീൽ ചെയ്തു. അപ്പം ഞാൻ അതനുസരിച്ച് എൻ്റെ കുറച്ച് തോട്ട്സ് ഉണ്ടായിരുന്നു ആ രീതിയിലുള്ള ആത്മീയ തരത്തിൽ. അപ്പം അതും ഇതുകൂടി ജോയിൻ ചെയ്തിട്ട് ഒരു പെയിൻറ്റിങ് വരയ്ക്കുകയും. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഫോട്ടോ കൊണ്ടുപോയി കാണിച്ചു, മൊബൈലിൽ കാണിച്ചു. അപ്പോൾ അദ്ദേഹം വണ്ടി വിടുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും പിന്നെ കണ്ടതിന് ശേഷം എന്നെ വിളിക്കുകയും ചെയ്തു, വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ചിത്രം തന്നെ ഞാനത് എത്ര കിട്ടി? ലാലേട്ടൻ പൈസ തരാതെ പറഞ്ഞിട്ടാണ് എന്നോട് വരയ്ക്കാൻ പറഞ്ഞെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത് വാങ്ങിയില്ല. അതിന് പകരം വേറൊരു പണി ഒപ്പിച്ചു. ആ ചിത്രത്തിൻ്റെ റിപ്ലിക്ക അത് ഒരു വട്ടം കൂടി വരച്ചു. അത് ഞാൻ മറ്റൊരു ആക്ടർക്ക് 10 ലക്ഷം രൂപയ്ക്ക് സെയിലാക്കി. അത് തന്നെ സെക്കൻഡ് സെയിലിനാണ് ഇപ്പൊ അതിന്റെ സെക്കൻഡ് സെയിലാണ്. അതൊരു പ്രൊജക്റ്റാണ് എൻ്റെ. ലാലേട്ടനാണ് എൻ്റെ ആർട്ട് എമംഗ് മാസസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതായത് ഈ നമ്മളുടെ വളർച്ച നമ്മുടെ കൂടെ ഉള്ളവരുടെ കൂടി വളർച്ചയാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ആസ്വാദകർക്ക് എൻ്റെ പെയിന്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പെയിന്റിങ് ഞാൻ ഇരട്ടി വിലയിട്ട് വിൽക്കുകയും വിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ലാഭവിഹിതം കൊടുക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഇപ്പോൾ 42ഓളം ഇൻവെസ്റ്റേഴ്സ് എനിക്കുണ്ട്. 1 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ. എനിക്കറിയാറാന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ അതിന്റെ പ്രൊമോട്ടർ മോഹൻലാലാണ്. അപ്പൊ ലാലേട്ടൻ പ്രൊമോട്ട് ചെയ്തോടുകൂടിയാണ് ആ പ്രൊജക്ട്. ഏതെങ്കിലും ഫോട്ടോ ഒന്ന് കാണാൻ പറ്റുമോ? അല്ല, എനിക്ക് നോക്കൂലി ചോദിക്കാനാ. എല്ലാം ഒന്ന് കാണിക്കണം നമുക്ക്. ഇപ്പൊ വേണ്ട, നമുക്ക് അയച്ചു തന്നാ. അപ്പൊ ഞാനത് കണ്ടിട്ട് എനിക്ക് നോക്കൂലി തരണം. എനിക്ക് വേറെ ലാഭവിധമല്ല, എനിക്ക് നോക്കൂലി എന്തായാലും തന്നെ. അപ്പൊ അതെന്ന് വെച്ചാൽ ഈ പല രീതിയിൽ ഇപ്പൊ അതിന്റെ തന്നെ പ്രിന്റ്സ് നമ്മൾ കൊടുക്കും. അത് എല്ലാവർക്കും എടുക്കാൻ പാകത്തിന് 500 രൂപ മുതൽ ലഭിക്കും. അപ്പൊ അതെന്താ വെച്ചാൽ പെയിന്റിങ്സ് ആളുകളിലേക്ക് ഈ പുസ്തകം വാങ്ങുന്ന പോലെ ഒരു കൾച്ചർ പെയിന്റിങ്ങിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു മലയാളത്തിൽ അല്ലെങ്കിൽ വേൾഡിൽ ആദ്യമായിട്ടാണോ അങ്ങനത്തെ ഒരു സംവിധാനം? എൻ്റെ ഈ ഐഡിയ വേൾഡിൽ ആദ്യമായിട്ടാണ്. ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ഈ മെത്തേഡ് ഇൻവെസ്റ്റ്മെന്റ് വേൾഡ് മുഴുവൻ ഉണ്ട്. നിങ്ങൾ ചില്ലറക്കാരനല്ലല്ലേ? ഹലോ സിനിമ കണ്ടിട്ടുണ്ടോ? ഹലോ ലാലേട്ടൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ലാലേട്ടൻ സിദ്ദിഖിനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഞാൻ കാരണം ഈ മുട്ട കുറച്ച് നേരം വേർത്തല്ലേ, ഞാനൊരു ഉമ്മൻ തന്നു എന്ന് പറയുന്ന പോലെ. നിങ്ങൾ ചില്ലറല്ല. അതാ ഞാൻ പറഞ്ഞ ആശയാമാശയായിട്ട് ഒരുമിച്ച് പോകണമെങ്കിൽ ഇതുപോലെ ഈ നമ്മുടെ കയ്യിലുള്ളത് തന്നെ നമ്മൾ വിൽപ്പന ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചിന്ത എല്ലാം അവിടെ തന്നെ നിൽക്കും. അതെല്ലാം സൈഡായിട്ട് മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സൈഡായി പോകും കുറെ കഴിയുമ്പോൾ. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ചിത്രകല കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയാറ് പൊതുവെ. അപ്പം അതല്ല ജീവിക്കാൻ പറ്റും എന്ന് വരുമ്പോൾ നമ്മൾ മൂവ് ചെയ്യണതിൻ്റെ പിന്നാലെ വരുന്നവർക്ക് അതൊരു വഴിയായിട്ട് മാറും. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് കുറച്ച് സ്ട്രഗിൾ അത് എടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ മറ്റ് ആർട്ടിസ്റ്റുകൾ കൂടി നാളെ അത് ഗുണം ചെയ്യും. ആ രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ലാലേട്ടൻ ഇപ്പോൾ ആ ഒരു ചിത്രം കൊടുത്തു, അത് ലാലേട്ടന് സ്വന്തമായിട്ട് തന്നെ? ലാലേട്ടന് സ്വന്തമായിട്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് എടുത്തേക്കുന്നത് ഇതിന് ലേലത്തിലേക്ക് പോകും. അപ്പം അതിന് ലാലേട്ടൻ എന്തെങ്കിലും പ്രോഫിറ്റ് പോകുമോ? അതിന്റെ പ്രോഫിറ്റ് അങ്ങനെയില്ല. അങ്ങനെ കൊടുക്കരുത്. അല്ല, ലാലേട്ടന് നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ അല്ല, അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് ഞാൻ ആ പൈസ വാങ്ങായിരുന്നു. അതങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ എൻ്റെ ഗൂഗിൾ പേ നമ്പർ തരും. അതിൻ്റെ അകത്തേക്ക് മാത്രമേ പൈസ അയക്കാൻ പാടുള്ളൂ. അത് വഴി. അപ്പൊ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചില്ല? ഇല്ലില്ല. എൻ്റെ ലാലേട്ടാ, ഇത് ശരിയായില്ല. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അദ്ദേഹം എൻ്റെ പ്രൊജക്ട് പ്രൊമോട്ട് ചെയ്തത് എനിക്ക് ഒരുപാട് ഹെൽപ്പായി. അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇത്രയും ഇൻവെസ്റ്റേഴ്സ് എനിക്ക് കിട്ടിയത്. അപ്പൊ അദ്ദേഹം തരേണ്ട പൈസ മറ്റ് ആളുകളിലൂടെ എനിക്ക് ലഭിച്ചു. എനിക്ക് ആ ഫണ്ട് ഞാൻ കളക്ട് ചെയ്യണത് ആർട്ടിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ബിസിനസ് ആൻഡ് കൾച്ചറൽ വെഞ്ചറാണ്. ആദ്യം കച്ചവടം, പിന്നെ കല. ആദ്യം കാരണം ഈ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഫണ്ട് ബ്ലോക്കായാൽ അത് അവിടെ നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ബിസിനസ് ആൻഡ് കൾച്ചറൽ വെഞ്ചർ എന്ന് വെച്ചേക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രോഗ്രാമുകളൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് അതിൻ്റെ ഗുണം. ലാലേട്ട, ഒരു കാര്യം പറയാം. ഇത്രയൊക്കെ ലാലേട്ടനെ ഒരു ആൾ ലാലേട്ടൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ചെറിയ ഹെൽപ്പ് പുള്ളിക്ക് തിരിച്ചു കൊടുക്കണം. പുള്ളി ഒരു അടിപൊളി ഒരു സ്റ്റോറി മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും നല്ല രസകരമായിട്ടുള്ള കഴിവുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ഒരിക്കലും പുള്ളിനെ കഴിവില്ല എന്ന് പറയില്ല. കാരണം പുള്ളിയുടെ ഈനാശു എന്ന് പറയുന്ന ഒരൊറ്റ ഒരു
ചെറിയൊരു 7 മിനിറ്റ് എന്തോ ഉള്ള ഒരു അല്ലേ എത്ര എന്തോ ഉള്ളൂ 2 മിനിറ്റ് അത് അല്ല 2.5 ഉറപ്പിക്കാം. അല്ല ഉറപ്പിച്ച് 2 മിനിറ്റുള്ളൊരു ട്രെയിലറാണ്. പക്ഷേ അത് ഒരിക്കലും നമ്മൾ കൈകൊണ്ട് ആണ് ഒരു മാൻമെയ്ഡ് ആണെന്ന്, അതായത് ഹാൻഡ് മെയ്ഡ് ആണെന്ന് നമുക്ക് ഒരിക്കലും തോന്നാത്ത രീതിയിൽ ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ലാലേട്ടൻ തന്നെയാണ് സിനിമയിലേക്കുള്ള എൻ്റെ വരവിന് ലാലേട്ടൻ തന്നെയാണ് നിമിത്തം. കാരണം വെച്ചാൽ ഈ സംഭവം ഞാൻ ഫേസ്ബുക്കിൽ എഴുതി, അതായത് ലാലേട്ടനായിട്ടുള്ള സംസാരവും കാര്യങ്ങൾ അത് എഴുതി കഴിയുമ്പോൾ ഒത്തിരി പേര് വിളിച്ചിട്ട് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ എഴുത്തുകാർ വരെ, ഇപ്പോൾ കയ്യടി നമ്മുടെ ഒരു വീക്ക്നെസ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ എഴുതി അതൊരു പുസ്തകമായി. അത് മമ്മൂക്ക പ്രകാശനം ചെയ്ത്, അപ്പോൾ ആ പ്രകാശനം ചെയ്തപ്പോൾ അത് സിനിമയിലേക്കാണ് കൂടുതൽ വന്നത്. ഞാൻ വാശിക്കാരനാണെന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആ സ്വഭാവം കണ്ടറിയാം. അപ്പോൾ ആത്മഫലിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഫലിതങ്ങളായതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർ വായിക്കും. അപ്പം അങ്ങനെ വായിച്ചൊരു പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് ഈ ഞാൻ വാശിക്കാരെന്ന് പറഞ്ഞ ഈ ബുക്ക് എഴുതിയപ്പോൾ ആ ബുക്ക് ഒന്ന് എടുക്കണേ, ആ ബുക്ക് ഒന്ന് കാണിക്കണേ. ഞാൻ വാശിക്കാരെന്ന് പറഞ്ഞ ബുക്ക് എഴുതിയപ്പോൾ വീട്ടിൽ നിന്ന് എന്തായിരുന്നു നിന്റെ യഥാർത്ഥ സ്വഭാവം തന്നെ പേരിട്ടെന്ന് പറഞ്ഞാൽ അതെ അതില്ല, എല്ലാ മനുഷ്യരും വാശിക്കാർ തന്നെയാണ്. അതെ. അപ്പോൾ ഈ വാശി എവിടെ കൊണ്ടുപോയി വെക്കണം എന്ന് അറിയാൻ പാടില്ല. അതാണ് പലരും ആളുകളോടായിരിക്കും വാശി ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ വാശി വെക്കാൻ പറ്റിയ സ്ഥലം ഒന്നും മറദേഹത്തേക്കൊന്നും അങ്ങനെയൊക്കെ രീതിയാണ്. അത് വിട്ടിട്ട് നമ്മൾ നമ്മുടെ കരിയറിലേക്ക് വാശി കാണിക്കാനാണ്. അതിന് ഒരു കാരണം കൂടി ഉണ്ട്. ഞാൻ 10ൽ 4 കൊല്ലം എഴുതിയിട്ടാണ് പാസ്സായത്. നല്ല കാര്യമില്ല. അതിൽ എന്ത് കാര്യം എനിക്ക് എത്താറായിട്ട് ചെയ്യണം, സീനിയോറിറ്റി നമുക്ക് വേണം, അത് വേണം. അപ്പൊ അങ്ങനെ ഞാൻ ഈ 4 കൊല്ലം പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വാശി വന്നു. ഇനി 4 പേർക്ക് ചെയ്യാവുന്ന ജോലി ചെയ്തിട്ടേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. അപ്പം ഞാൻ തന്നെ എനിക്കൊരു പണിഷ്മെൻറ്റ് കൊടുത്തേക്കാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ചിത്രകല, എഴുത്ത്, മറ്റേ സിനിമ, സ്കൾപ്ചർ, അങ്ങനെ 4 വഴിക്കാണ് ഇപ്പോൾ ഞാൻ എൻ്റെ വർക്ക് നടത്തുന്നത്. നല്ല കാര്യമില്ല. ഒരു 4 മാർഗങ്ങളിൽ കൂടിയാണ് വരുമാനം വന്നത്. അല്ല അതാണ് പിന്നീട് ഞാൻ ആ വാശിക്ക് എന്താ പറയുക MLLB കഴിഞ്ഞു, MG യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായി. പക്ഷെ അതങ്ങനെ ആവാൻ കാരണം ആ 4 വർഷം സമയം ഞാൻ നഷ്ടപ്പെടുത്തി എന്നുള്ള എൻ്റെ ചിന്ത പിന്നീട് അത് എനിക്ക് അതിലേക്ക് എത്താൻ പറ്റിയെന്ന് വെച്ചാൽ തറവായിട്ടിരുന്ന് പഠിച്ചു. 4 വർഷം കൊണ്ടിട്ട് നല്ല ബേസ്മെന്റ് ഓക്കെ ആയി, പക്ക വെള്ളം ഒഴിച്ച് നനച്ചു കൊടുത്ത് എന്താ പറയാ സിമെന്റും കട്ടയെല്ലാം നല്ല അതൊക്കെ ശരിയാണ്. പക്ഷേ ഉണ്ടല്ലോ ഈ വേർഡ്സ് വർത്തിന്റെ ഒക്കെ പദ്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അവസാനം ധാരാളത്തൊക്കെ ഇപ്പൊ വായിക്കണത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു ന്യൂസിൽ കേട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, മമ്മൂക്കയുടെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞത്, അത് മമ്മൂക്കയുടെ ഡയറക്ടർ പോയി കാണാൻ പോകുന്നത്. അങ്ങനെ ഒരു സബ്ജക്റ്റ് മമ്മൂക്കാക്ക് വേണ്ടി എന്തോ അണിയറയിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അത് ഫുള്ളായതാണോ? അതെന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകം മമ്മൂക്ക പ്രകാശനം ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഈ പുസ്തകം കൂടുതൽ സിനിമ റൂട്ടിലേക്കാണ് പോയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു പ്രൊഡ്യൂസർ വിളിച്ചിട്ട് മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരു തിരക്കഥ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഓക്കെ. അപ്പോൾ ആദ്യം എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ചിത്രകല മാത്രം എന്നുള്ളൊരു ഇതായിരുന്നു. മറ്റേ കവിതകളാണ് എഴുതിയിരുന്നത്. അപ്പോൾ പിന്നെ ഇത് 2-3 വട്ടം ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നൽ, ഇനി എന്തോ ലൈഫിലൊരു ചേഞ്ച് വരാൻ പോകുന്നു എന്നൊരു തോന്നൽ വരാൻ തുടങ്ങി. മനസ്സിലായി. ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പ്രൊഡ്യൂസറെ ഏൽപ്പിച്ചൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്ക് ഏകദേശം ഫൈനലായി. അപ്പോൾ അതിനു മുമ്പ് ചെയ്യാനായിട്ട് വേറൊരു സ്ക്രിപ്റ്റ്, ഒരു നടനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്തേക്ക് പോവാം എന്നുള്ളതാണ്. ഓക്കെ. നമുക്കായിട്ട് അന്ന് 2 ദിവസം സംസാരിച്ചിരുന്നു പുസ്തകത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട്, അതിൻ്റെ അധ്യായമൊക്കെ. അപ്പോൾ ആദ്യം അദ്ദേഹം വായിക്കാനായിട്ട് ഇപ്പോൾ ടൈം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞൊരു 2 അധ്യായം ഒന്ന് വായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വായിക്കാം എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം കണ്ട വഴി തന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ട പോലെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി, കാരണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ രാവിലെ വായിക്കാൻ തുടങ്ങിയിട്ട് 2 മണി വരെ ഇരുന്ന് രാത്രി 2 മണി വരെ വായിച്ചെടുക്കേണ്ടി വന്നു പറഞ്ഞു. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ സിദ്ദിഖ് സാറാണ് മമ്മൂക്കയും ലാലേട്ടനെയും എനിക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ സിദ്ദിഖ് സാറ് പറഞ്ഞു, റാസി പറയുന്ന ഈ പുസ്തകം ഒന്ന് പ്രകാശനം ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മമ്മൂക്ക സമയത്ത് ആ ബുക്കിങ് വാങ്ങിച്ചിട്ട് ഒരു കുട്ടിയുടെ പോലെ, അപ്പോൾ അതിനെന്താ ഇപ്പോൾ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫർ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയൊക്കെ വിളിച്ച്. അപ്പോൾ സിദ്ദിഖ് സാറ് പറഞ്ഞു, ഇപ്പോഴല്ല ഒരു വേദി ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസങ്ങളിൽ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രകാശനം ചെയ്ത് തന്നു മമ്മൂക്ക. അപ്പോൾ പ്രകാശനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ഇങ്ങനെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, ആ വേദിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 25 ലക്ഷം രൂപ തരേണ്ട കാര്യമാണ്, പക്ഷെ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് തരാ, പോയി നന്നായിട്ട് വാ എന്നൊക്കെ പറഞ്ഞു. അപ്പം ആ നന്നാവൽ ഒരു പക്ഷേ എനിക്ക് മമ്മൂക്കയുടെ തിരക്കഥ എഴുതാനായിട്ടാണ് ആദ്യമായിട്ട് അവസരം കിട്ടിയത്. അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് മുമ്പ് ഒരു പടം ചെയ്യണം, എന്നിട്ട് വേണം മമ്മൂക്കയുടെ അടുത്തേക്ക് പോകാനായിട്ട്. എല്ലാം നല്ലൊരു കാര്യമാണ്. കാരണം
മമ്മൂക്കാനെ പോലുള്ള ഒരു വ്യക്തികളുടെ അടുത്ത് നമ്മൾ പോയി ഇരിക്കുമ്പോൾ അതൊരു വൻ മരമാണ് അത്. അപ്പൊ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാം, ആ ചോട്ടിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചെറിയ ഒരു മരങ്ങളൊക്കെ അത് പെട്ടെന്ന് പോയിട്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാനെന്ന് വെച്ചാൽ ഇപ്പൊ മനോരമയ്ക്ക് വേണ്ടി 2 ഷോർട്ട് ഫിലിംസ് ചെയ്തു. ആതിര, അതുപോലെ ക്യൂബോ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലുണ്ട്. ഇപ്പൊ 3-ാമത്തെ അടുത്ത ആഴ്ച ഷൂട്ട് തുടങ്ങുകയാണ്, മാജിക് ബലൂൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം അതും മനോരമയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളത് പഠിക്കാൻ വേണ്ടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചിത്രകല വഴി പോയതുകൊണ്ട് എനിക്കിനി സിനിമയിൽ അസിസ്റ്റന്റ് ഒന്നും ആവാനുള്ള കാലഘട്ടം ഇല്ല. ആ ഓട്ടമൊക്കെ ഞാൻ ചിത്രകലയിൽ ഓടി. അപ്പൊ അതുകൊണ്ട് പിന്നെ ചെയ്യാവുന്ന നമുക്ക് ഷോർട്ട് ഫിലിംസ് ചെയ്ത് സിനിമ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പഠിച്ച് പിന്നെ ചെറുപ്പക്കാരെ വെച്ചിട്ടൊക്കെ ചെയ്ത് ഒന്ന് തഴക്കും പഴക്കമൊക്കെ ആയിട്ട് നമുക്ക് അടുത്തേക്ക് പോകാമെന്ന് കരുതി. നല്ല കാര്യമാണ് അതെന്തായാലും. പുതിയ രചന മീൻസ് ഞാൻ ചോദിക്കുന്നത് ചിത്രകല രചന, അത് പുതിയത് ഇപ്പൊ ഏതൊരു വർക്കാണ് ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഇപ്പൊ എനിക്ക് ഈ ന്യൂയോർക്കിലേക്ക് ഒരു എക്സിബിഷൻ കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഇന്ത്യക്ക് വെളിയിലേക്ക് കിട്ടുന്നതാണ് ഒരു ഇന്റർനാഷണൽ ഷോ. അത് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഈ ഫുട്ബോൾ വന്നില്ലേ, വരച്ചിട്ടുണ്ട്. അതിപ്പോൾ 2000-3000 ഒക്കെ വരച്ചിട്ടുണ്ട്. ഒത്തിരി വർക്ക് ചെയ്തു. ശരി ശരി. ഈ ഖത്തറിലെ ഇത് വന്ന സമയത്ത്, ഫുട്ബോൾ വന്ന സമയത്ത് എൻ്റെ ഒരു പെയിന്റിങ് ലേലത്തിൽ വന്നിരുന്നു ദുബായിൽ. അത് 80 ലക്ഷം അടിസ്ഥാന വിലയിലാണ് വന്നത്. അപ്പോൾ അത് ലേലത്തിൽ കിടക്കുകയാണ്. അതേ ടീം തന്നെയാണ് ഇപ്പോൾ ന്യൂയോർക്കിലേക്ക് എക്സിബിഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ 60 പെയിന്റിങ് വേണം. ആ ചിത്രങ്ങളാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മെയ്യിൽ ഞാൻ ഫോർട്ട് കൊച്ചിയിൽ അത് ആദ്യം അതിൻ്റെ ഒരു പ്രിവ്യൂ ഷോ ചെയ്യും. അതിന് ശേഷമാണ് പുറത്തേക്ക് പോവുക. ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന ചാൻസ് ഫോർട്ട് കൊച്ചിയിൽ എവിടെ? ഡേവിഡ് ഹാൾ ആർട്ട് ഗാലറി. ഓക്കെ ശരി. അപ്പൊ അത് അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. നിങ്ങൾ ചില്ലറക്കാരനല്ലല്ലോ മനുഷ്യ. ഇങ്ങനെ അടുത്തറിയും തോറും എന്താ പറയാ, ഇങ്ങനെ ക്യൂരിയോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 80 ലക്ഷം രൂപക്കൊക്കെ ഒരു ചിത്രം നമ്മുടെ അടിസ്ഥാന വില ഇട്ടിട്ട് അത് ലേലം വിളി ചിലപ്പോൾ ഭയങ്കര ക്രൈസ് ഉള്ള ആൾക്കാരാണല്ലോ ഇത് വന്നത്. അത് ചിലപ്പോൾ ഒരു 1.5 കോടി വരെയും പോകാമല്ലോ. അത് പോവാം, അതിനപ്പുറം പോവാം. പക്ഷെ ഇതിന്റെ സ്റ്റാർട്ടിങ് കാര്യങ്ങളും ഓർക്കണം. ഞാൻ സ്റ്റാർട്ടിങ് ടൈമിലേ ഇതുപോലെ 1 സ്ക്വയർ ഫീറ്റ് ഇങ്ങനെ കുറേ ചിത്രങ്ങൾ വരയ്ക്കും. അപ്പോൾ വരച്ചിട്ട് അത് ഒരിക്കൽ ചെറായിൽ ഒരു സ്ഥലത്ത് ചെന്നു, ഒരു റിസോർട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എത്ര രൂപയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു 1500 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു. 15 ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 15 എടുത്ത് വെച്ചിട്ട് ഒരു 1500 രൂപ തന്നു. ഞാനത് വാങ്ങി പോരുകയാണ്. അപ്പൊ എൻ്റെ കൂടെ തമ്പി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായി. പുള്ളി ഇങ്ങനെ കുറെ കാൽക്കുലേറ്റ് ചെയ്യാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് വെച്ച് അവിടെ കണക്കൊക്കെ ഉള്ള. അപ്പൊ എൻ്റെ അടുത്ത് വെച്ച്, അല്ല റാസി 1500 ഒരെണ്ണത്തിനല്ലേ പറഞ്ഞേ? അപ്പൊ അതെ. അല്ല 15 എണ്ണമല്ലേ 1500 രൂപക്ക് കൊടുത്തേ? അപ്പൊ ഒരെണ്ണത്തിന് 100 രൂപയല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതെ. അവർ അല്ല ഇതിപ്പോ മത്തി വെക്കണ പോലും പൈസ പോലും ആയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ, അത് എൻ്റെ ഇപ്പോഴത്തെ നിപ്പ് കണ്ട അയാൾക്കറിയാം ഇവന് ഇത്രയും കൊടുത്താൽ മതിയെന്ന്. അയാളുടെ അതുവരെയുള്ള സംസാരം കൊണ്ട് എനിക്കറിയാം അയാളിൽ നിന്ന് അതിൽ കൂടുതൽ കിട്ടൂല. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഗാലറിയുടെ അന്നത്തെ വാടക 3000 രൂപ. ഈ 1500 കിട്ടിയാൽ ബാക്കി 1500 ഒപ്പിച്ച മതി, അല്ലെങ്കിൽ പലിശക്ക് എടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറയാം, എനിക്ക് വീട് വെക്കാൻ കിട്ടിയ സ്ഥലം എന്ന് പറയുന്നത് ഒരു ചതുപ്പ് നിലമാണ്. അവിടെ എനിക്ക് ഒരുപാട് മണ്ണടിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ എനിക്ക് വീട് വെക്കാൻ പറ്റും. ഇതൊരു മണ്ണടിക്കലാണ്. നിങ്ങൾ 10 കൊല്ലം കഴിയുമ്പോൾ നോക്കിയോ, ഈ പെയിന്റിങ്ങിന് ഞാൻ 1 ലക്ഷത്തിന് മേലെ വില വാങ്ങും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിന്റെ സ്റ്റാർട്ടിങ്. ഇപ്പോഴാണ് ഈ പറയുന്ന വിലയിലേക്ക് വന്നത്. കറക്റ്റ് നല്ല കാര്യമല്ലേ അത്? കാരണം നമ്മൾ അന്നേ ഒരു ലക്ഷ്യസ്ഥാനം വെച്ച് പോയത് കൊണ്ട്. അത് ഞാനെന്ന് വെച്ചാലേ, ഈ ഞാൻ പറയില്ല, എനിക്ക് എല്ലാത്തിലും ഈ 400 കണക്ക് ഭയങ്കര ഇതാണ്. ഈ 4 അത് വേറെ ആരും ഉപദ്രവിച്ച പോലെ ഞാൻ ഞാൻ തന്നെ പഠിക്കാതെ ഞാൻ തന്നെ പരീക്ഷ എഴുതാതെ നടന്നിട്ട്. അപ്പൊ ഈ എനിക്ക് 40 കൊല്ലത്തൊരു പ്ലാൻ ആയിരുന്നു. അതിന് ശേഷം തന്നെ ആദ്യത്തെ 10 ആദ്യം 100 രൂപയ്ക്ക് വെക്കണ പെയിന്റിങ് അത് 2000-ലാണത്. അപ്പൊ 2010 ഞാൻ പറഞ്ഞു, 2010 എൻ്റെ ഒരു പെയിന്റിങ് 1 ലക്ഷത്തിൽ ഞാൻ വിൽക്കും എന്ന് പറഞ്ഞു. അത് ഈ 2011 ആയപ്പോൾ അത് ഈ 42 എണ്ണം 1 ലക്ഷത്തിലേക്ക് എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 2020 ഒരു പെയിന്റിങ് 1 കോടിയിലെത്തിക്കുന്നായി. അപ്പോൾ അത് ഈ കൊറോണയൊക്കെ കാരണം 2022 ആണ് 80 ലക്ഷത്തിൽ അടിസ്ഥാന വിലയിൽ എത്തിക്കുന്നത്. ലേലം വരുമ്പോൾ ആ റേറ്റിലേക്ക് വന്നോളൂ. അപ്പൊ 3-ാമത്തെ ലക്ഷ്യം പറഞ്ഞേക്കാണ് അടുത്ത 10 കൊല്ലത്തിൽ, അതായത് 2030 ഒരു പെയിന്റിങ് 100 കോടിയിൽ എത്തിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്യാം. തീർച്ചയായിട്ടും. പിന്നെ 4-ാമത്തെ പറയൂല, കാരണം നിങ്ങൾ ചെട്ടിയിട്ട്. 4-ാമത്തത് മിക്കവാറും മലയാള സിനിമയിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഡയറക്ടറായിട്ട് മാറണമെന്നായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം. പെയിന്റിംഗ് വെച്ചെന്നെ ലക്ഷ്യം ഉണ്ട്. അതിന്റെ റേറ്റ് പറഞ്ഞാലേ നിങ്ങൾ 2030 ഞാൻ പറയാം. 2030 പറയാം. അല്ല, എന്നാലും ഒന്ന് സൂചിപ്പിച്ചു. നമുക്ക് മാത്രമല്ല, പ്രേക്ഷകരുണ്ടല്ലോ, അവർക്ക് കേൾക്കണ്ടേ? അല്ല, അത് ഒരു ലക്ഷ്യമാണ്. എന്താന്ന് വെച്ചാല് ഇപ്പൊ റാസി ഒരു ടാർഗറ്റ് ഇട്ടിട്ടാണ് പോകുന്നത്. എനിക്കൊന്നും ഇല്ലാത്തൊരു കാര്യം എൻ്റെ വൈഫ് എപ്പോഴും എന്നെ ചീത്ത പറയുന്നത്. അപ്പൊ ആ ഒരു ടാർഗറ്റ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇല്ലാത്തതും അതാണ്. ഒരു ലക്ഷ്യബോധം എന്ന് പറയുന്ന ഒരു സാധനം. നമ്മൾ ആ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 2026 മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു മോസ്റ്റ്
വാണ്ടഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് റൈറ്ററായിട്ട് ഞാൻ മാറിയെന്നായിരുന്നു, ഇദ്ദേഹം ഒരു ഡയറക്ടറായിട്ട് മാറിയെന്നായിരുന്നു. ഇനിയും സമയമുണ്ട്. ഉണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനൊരു ലക്ഷ്യമില്ലാണ്ട് ഞാൻ എൻ്റെ ഉഴപ്പ് കൊണ്ടിട്ടായിരിക്കാം എഴുതാൻ മടി അങ്ങനെ ഒക്കെ ഉള്ളൊരു കാര്യങ്ങളും. ഇപ്പം അത് കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് ഞാനൊരു എന്താ പറയുക ചെറിയൊരു സംഭവം, ഒരു അവാർഡ് ഓറിയൻറ്റഡ് സബ്ജക്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ചെന്നിരുന്നു. ഒരു അരമണിക്കൂർ മതി. ചെറിയൊരു സംഭവമാണല്ലോ എഴുതാനായിട്ട്. അല്ലാണ്ട് ഞാനധികം ഓവറായിട്ട് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പെട്ടെന്ന് പക്ഷേ ആ ഇരിക്കാനുള്ളൊരു മടിയെന്ന് വെച്ച ജോലിയും അതിൻ്റെതായ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരും, പിന്നെ എഴുതാനും കൂടി ഇരിക്കണ്ടേ, ആ ഒരു ചിന്താഗതിയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥ ഇങ്ങനെ മനസ്സിലാലോചിച്ച് കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ, അത് മാത്രമാണ് മനസ്സിൽ കിടക്കുന്നത്. അപ്പം ഇരുന്ന് എഴുതുക, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവളെന്നെ എപ്പോഴും പറയും, നിനക്ക് പിന്നെ ഞാനിവിടെ TV വെച്ചിട്ടുണ്ടാവും, ഞാൻ ചിലപ്പോൾ അപ്പുറത്ത് പോയിരുന്ന് എഴുതുന്നുണ്ടാവും. TV യും കാണുന്നുണ്ട്. കാരണം അങ്ങനെയല്ല ഞാൻ പറയും, അതിനെ അഹങ്കരിച്ചിട്ട് പറയണമെന്നല്ല കേട്ടോ. കാരണം നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഞാനൊരു സാധനം എഴുതാതിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ട് കഥ എൻ്റെ മനസ്സിൽ വരണം. ഇപ്പം നിങ്ങളൊരു പടം വരക്കുമ്പോൾ പടത്തിന് ആദ്യം ഒരു മുടിനാര് വരച്ച് അങ്ങനെയല്ലല്ലോ, മനസ്സിൽ ആ ചിത്രം വന്നാൽ മാത്രമേ നിങ്ങൾ പറ്റൂ. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എനിക്ക് ആ കഥയുടെ A to Z എൻ്റെ മനസ്സിലേക്ക് വന്നാലേ എനിക്ക് എഴുതാനിരിക്കാൻ ഇഷ്ടമുള്ളൂ. അതാകുമ്പോൾ എന്താ അറിയാമോ, ഒരു ഒഴുക്കുണ്ട്, ഇങ്ങനെ അങ്ങോട്ട് പോയിക്കോളും. ചിലയിടത്ത് ബ്ലോക്ക് വരും, സ്വാഭാവികം. പക്ഷെ ആ ബ്ലോക്ക് വരുമ്പോഴും നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജും എൻഡ് സ്റ്റേജും ഉണ്ട്, മിഡിലും കുറച്ച് കിടപ്പുണ്ട്. അപ്പം ഇങ്ങനെ പോക്കാണ്. എനിവേ അത് പറഞ്ഞു. അല്ല, അത് എന്തുകൊണ്ടാണെന്നറിയോ, ഈ നമുക്ക് ചില സമയത്ത് ഇപ്പം ഞാൻ 10th തോറ്റില്ലെങ്കിൽ അപ്പം അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ച കാലഘട്ടമാണ്. ഇപ്പം എൻ്റെ പഠിപ്പിക്കുന്ന അധ്യാപകർ വരെ കളിയാക്കാൻ തുടങ്ങിയോടെയാണ് എനിക്ക് ആ വാശി കയറിയത്, തിരിച്ചു കയറുന്നത്. ഇപ്പോൾ ഈ 4ാമത്തെ വർഷം എന്ന് പറയുന്നത്, അന്ന് ആ തോൽവി ഉണ്ടായില്ല എന്ന് വെച്ചോ, ചിലപ്പോൾ ഒരു ഡിഗ്രി ഒക്കെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ പഠനം നിർത്തിയേനെ, വേറൊരു വഴിക്ക് പോയേനെ. പക്ഷെ നമുക്ക് ആദ്യം തന്നെ നമ്മൾ സമയം മോശമാക്കുമ്പോൾ നമുക്ക് പ്രകൃതി തരുന്ന ഒരു പ്രഷർ ഇതാണെന്ന് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ശരിക്കും ചെറുതായിട്ട് വരയ്ക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫാദർ, അപ്പോൾ എനിക്ക് തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി എൻ്റെ ലൈഫ് തന്നെ. ഇത് ഒരു കടയിൽ പോലും പറഞ്ഞു വിടാൻ പറ്റാത്ത തരത്തിൽ എൻ്റെ മനോനില മാറിയിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫാദർ കോലഞ്ചേരിയിലുള്ള ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അത് ഫാദർ എടുത്തൊരു വലിയ തീരുമാനമായിരുന്നു കേട്ടോ അത്. കാരണം ആ കാലഘട്ടത്തിലൊക്കെ ഇപ്പോൾ അങ്ങനെ ഒരാളെ കണ്ട വല്ല എന്താ നൂല് കെട്ടിക്കാനൊക്കെ അല്ലേ കൊണ്ടുപോകുള്ളൂ, അതിന് പകരം സൈക്യാട്രിസ്റ്റിനെ എടുത്തുകൊണ്ടേ. അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയണത് മുഴുവൻ കേട്ടു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഞാൻ പറയണത് മുഴുവൻ കേട്ടത്. അതാണ് ഞാനും. അതെ. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു ആരാവണം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടി പറഞ്ഞാൽ മതി, അറിയപ്പെടുന്ന ഒരു ചിത്രകാരനാവണം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞത് പെട്ടെന്നുള്ള തോന്നലിൽ ഞാൻ പറഞ്ഞത് എനിക്ക് രാജാരവിവർമ്മയ്ക്ക് ശേഷം ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ പെയിന്റർ ആവണം എന്നാണ്. അപ്പം അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം അപ്പം അദ്ദേഹം പറഞ്ഞു അതാവാൻ പറ്റും എന്ന് പറഞ്ഞു. എൻ്റെ ഫാദറിനോട് പറഞ്ഞ് നിങ്ങളുടെ വഴിക്ക് തിരിക്കല്ലേ, ഫാദറിനൊക്കെ ബിസിനസ്സാണ്, പിന്നെ ഗൾഫിൽ എല്ലാവരും ഗൾഫിലേക്കൊക്കെ പോകുന്നത്, അപ്പോൾ ആ റൂട്ടിലേക്കൊന്നും തിരിക്കല്ലേ, അവൻ്റെ വഴിക്കങ്ങ് വിടുക, നിങ്ങൾ ആ പോണ വഴിക്ക് തെളിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്കും കിട്ടില്ല അവനും കിട്ടില്ല എന്ന് പറഞ്ഞു. ഫാദർ എനിക്കതൊരു ഒത്തിരി ആ രീതിയിൽ നല്ല ഇത് മനോഭാവമായിരുന്നു പിന്നീട് കാണിച്ചു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ, അപ്പം എനിക്ക് തോന്നി ഈ രവിവർമ്മയെ കവർ ചെയ്യണമെന്നൊക്കെ പറയേണ്ട ആവശ്യം നമുക്കിങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ആലോചിച്ചു. പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷം ടൈംസ് ഓഫ് ഇന്ത്യയിലൊരു ലേഖനം വന്നു. അതായത് രവിവർമ്മയ്ക്കും ഹുസൈന് ശേഷം ഇനി ആര് എന്ന് പറഞ്ഞിട്ടൊരു ലേഖനത്തിൽ 10 പേരുടെ ലിസ്റ്റിൽ എൻ്റെ പേരും ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നമ്മൾ എവിടേക്കോ പോകുന്നത് നമ്മളെ കൊണ്ട് തന്നെ ഒരു പ്ലാൻ ഉണ്ടാവുന്നുണ്ട്. നമ്മളെ പെട്ടെന്ന് തോന്നിയ ഒരു തോന്നൽ പറഞ്ഞാണത്. പക്ഷെ ആ തോന്നൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാവിയിലേക്ക് എങ്ങോട്ടാ പോകേണ്ടത് നമുക്ക് തന്നെ ഒരു റൂട്ട് തെളിഞ്ഞതായിരിക്കാം അത്. സത്യം. അപ്പം അങ്ങനെ എനിക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന തീരുമാനങ്ങളൊന്നും നമ്മളല്ല എടുക്കുന്നത്, അത് ഓൾറെഡി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് ഇതുവരെയുള്ള ലൈഫിൽ നമ്മള് അത് ഒരു കറക്റ്റ് വേർഡാണ്. എന്നാലും നമ്മൾ അതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് അത് എനിക്ക് SSLCക്ക് ഞാൻ പഠിക്കാണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്നെ പഠിച്ചോ രക്ഷപ്പെടുത്തിക്കോ നടക്കോ, നടപടിയാകാൻ പോകുന്നില്ല. നല്ലൊരു കാര്യമാണ് ആ ഡിസിഷൻ നിങ്ങൾ എടുത്തത്. അത് അന്ന് പറഞ്ഞ ചില വേർഡുകൾ, ആ വേർഡുകൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടിട്ടായിരുന്നു നിങ്ങൾക്ക് വളരണമെന്നുള്ള ചിന്ത വന്നത്. ആ ഒരു ചിന്തയിൽ നിന്നാണ് നിങ്ങൾക്ക് അന്ന്
എന്താണോ നിങ്ങൾ പറഞ്ഞത് അതിലേക്ക് എത്തിപ്പെടാനായിട്ട് ഇന്ന് പഠിച്ചോന്റെ ഒരു കുതിർത്ത് കൊണ്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവാനുഗ്രഹമാണ് അത്. അതെ അതെ അതെ. ഈ പുസ്തകം തന്നെ ഞാൻ എഴുതിയത് ഇതുവരെ ഞാൻ കാണിച്ച മണ്ടത്തരങ്ങൾ എന്നുള്ള മട്ടിലായിരുന്നു. പക്ഷെ ഈ പുസ്തകം ഇപ്പൊ വിറ്റ് പോണത് മോട്ടിവേഷണൽ എന്ന് പറഞ്ഞിട്ടാണ് എന്നോടൊന്ന് പറഞ്ഞു. അതെ, അത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ആദ്യത്തിൽ എനിക്ക് മനസ്സിലാവുണ്ടായില്ല ഇത് മോട്ടിവേഷണൽ ബുക്കാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഞാൻ ആലോചിച്ച് ഇതിനകത്ത് എവിടെയാണ് മോട്ടിവേഷണൽ എന്ന് ആലോചിച്ചിരുന്നത്. പിന്നെ കുറെ കഴിയുമ്പോൾ മനസ്സിലായി ശരിയാ, കാരണം നമ്മളെ വീഴ്ചയെന്ന് എഴുന്നേറ്റതിന്റെ കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പോ ടോട്ടൽ എത്ര വർഷമായി? ഡിഗ്രി കഴിഞ്ഞിട്ടാണ്, ചെറുപ്പം മുതലേ വരയ്ക്കുമായിരുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് ആലുവ യൂസി കോളേജിലാണ് എൻ്റെ ആദ്യത്തെ എക്സിബിഷൻ നടക്കുന്നത്, പ്ലാറ്റിനം ജൂബിലി ഇയറിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം മുതലേ ഏകദേശം 22-ാം വയസ്സിലാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇപ്പോൾ 105ഓളം എക്സിബിഷനായി. പിന്നെ അതിനിടയിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയൊക്കെ വന്നിട്ടുണ്ട്, വേറെ പുസ്തകങ്ങളൊക്കെ. നല്ല കാര്യം. കാരണം കല എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അത് നമ്മളെ ഈ നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ ഒരു വലിയ ലക്ഷ്യവും വേണം, ചെറിയ ലക്ഷ്യങ്ങളും വേണം. അതായത് ഇത്ര ടൈമിൽ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങളും വേണം. അങ്ങനെ വരുമ്പോൾ നമ്മളത് വർക്ക് ചെയ്യും. വലിയൊരു ലക്ഷ്യം ഉണ്ടായാലും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, നമ്മൾ മടി പിടിക്കും. കാരണം ടൈം ഉണ്ടല്ലോ. ഇത്ര ടൈമിനുള്ളിൽ തീർക്കണം എന്ന് വരുമ്പോൾ നമ്മൾ അതിങ്ങനെ അടുക്കി ചെയ്ത് പോകും. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. ഇപ്പോൾ പെയിൻറ്റിങ്സ് ആയാലും ഇനിയിപ്പോൾ അടുത്ത മെയിലെ എക്സിബിഷനാണ്. അപ്പോൾ ഇപ്പോൾ അടുത്ത ആഴ്ച ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടാണ്, അതുവരെ അതിനകത്തായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സിബിഷനിലേക്ക് വർക്ക് തുടങ്ങും. മനസ്സിലായി. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് റാസിനായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത്. ആ അവസരം എനിക്ക് ഒരുപാട് അറിവുകൾ എന്നിലും കൂടി പകർന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് റാസിയോട് അല്ല, ഷിയാബ് സാറിനോടാണ്. കാരണം ഷിയാബ് സാർ വഴിയാണല്ലോ റാസിനെ എൻ്റെ മുന്നിലേക്ക് എത്തിക്കിട്ടിയത്. കുറച്ച് ഷിയാബ് സാർ കൊടുത്തേ. ബാക്കി എൻ്റെ രണ്ടാമത്തെ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ എനിക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്, പക്ഷെ അത് ഒരു കണ്ടന്റ് കിട്ടുന്നില്ല. അപ്പൊ അത് ഷിഹാബാണ് എനിക്ക്. നിങ്ങൾ അറിഞ്ഞില്ലേ, അത് പേപ്പറിൽ വരാൻ വന്നു, ഞാനാണ് അവനിക്കത് പറഞ്ഞു കൊടുത്തത്. പിന്നെ അതും വന്ന് പത്രത്തിൽ. അപ്പൊ അതിന്റെ നന്ദി സൂചകമായിട്ട് ഞാൻ അതിനകത്ത് ഒരു വേഷം കൊടുത്തു. അതും പറഞ്ഞു എനിക്കൊരു ചെറിയൊരു വേഷം നന്നായി ചെയ്തു, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഞാൻ ഇത് അഭിനന്ദിക്കണം എന്തിനാന്ന് വെച്ചാൽ അടുത്ത ത്രെഡ് തരാൻ വേണ്ടിയിട്ടാണ്. ഇത് മൂന്നാമത്തെ കഴിഞ്ഞ എൻ്റെ കയ്യിൽ ത്രെഡ് ഇല്ല. അത് ഓക്കെ, നല്ല കാര്യം. അപ്പോൾ പുള്ളിയോടാണ് നമ്മൾ ആ ഒരു ഇത് എന്താ പറയുക കടപ്പാടുള്ളത്. എന്തായാലും ഇത്ര നേരം ഞാൻ ചോദിക്കാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും റാസി പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? എന്നെ രണ്ട് ചീത്തെങ്കിലും പറഞ്ഞോ? ഇല്ല. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാലേ ഇന്റർവ്യൂ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാല് നമ്മൾ പറയണത് ഈ ശ്രദ്ധിച്ചിരുന്നിട്ട് അതിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ കുറെ നമ്മൾ ഓപ്പോസിറ്റ് വരുമ്പോൾ നമുക്ക് പറയാൻ രസമായിരിക്കും. പലപ്പോഴും പല ഇന്റർവ്യൂവിലും എന്താ പറ്റുമെന്ന് വെച്ചാൽ അവർ പ്ലാൻ ചെയ്ത് വെച്ച ചോദ്യം ഉണ്ടാവും. അപ്പൊ അത് വരുമ്പോൾ ഇത്ര രസമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു താങ്ക്സ്. ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞങ്ങള് സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് ഇന്നതൊക്കെ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇന്ന ഡയറക്ടർ പറയുമ്പോൾ ഞാൻ പറയും എന്നിട്ട് ലാസ്റ്റ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാർ പറയും ഞാൻ പറഞ്ഞ ഒരു കാര്യമില്ല ചോദിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ പറയും എനിക്ക് അങ്ങനെ പറ്റൂല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ട് ചോദ്യം നടപടിയുണ്ട്. പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഇന്നിപ്പോൾ എവിടെ എത്തിയതായിരുന്നു, ഞാനൊക്കെ ഷിയാബ് സാറിന്റെ മോളിൽ കയറി ഇരുന്നായിരുന്നു. നമുക്കത് പറ്റാത്തതുകൊണ്ടല്ല പഠിക്കാത്തത്. അപ്പൊ നമ്മൾ വെച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒന്നുമില്ല, കാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻ പഠിച്ച് പറയുന്നതിനേക്കാൾ എത്രയെന്നുള്ളത് ഇപ്പോൾ റാസി പറയുന്നു, ഉത്തരം പറയുന്നു. അതിൽ നിന്ന് നമ്മളെന്താണ് റാസിയാണ് നമ്മൾ ഇത്. എനിക്കിപ്പോൾ റാസിയായിട്ട് ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങളാ എഴുതിയ ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറഞ്ഞു അതൊരു മോട്ടിവേഷണൽ ബുക്കായിട്ടാണ് മാറിയേക്കണമെന്ന് പറഞ്ഞ്. പക്ഷെ നിങ്ങളായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ എന്ന് വെച്ചാൽ നമ്മളും കൂടി ഒരു അല്ലേ ദിലീപേട്ടാ, നമ്മളും കൂടി ഒരു എന്താ പറയുക ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഒരു മാനസികമായിട്ടും നമ്മൾ വല്ലാണ്ട്, കാരണം നിങ്ങളുടെ ആ ഒരു അനുഭവമാണ് നിങ്ങൾ പറയുന്നത്. 4 വർഷം നിങ്ങൾ SSLC എഴുതിയിട്ടാണ് നിങ്ങൾ പാസ്സാകുന്നത്. അപ്പോൾ നിങ്ങൾ 4th ഇയർ വരെയും പഠിച്ചു. MBBS പഠിച്ചാൽ മതിയായിരുന്നു. അതല്ല, അതിനകത്തൊരു രസം ഉണ്ടായിരുന്നു. ഈ MG യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായിട്ട് എറണാകുളം ലോ കോളേജിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ പത്രത്തിലൊക്കെ വന്നതിന് ശേഷം എന്നെ ആദ്യത്തെ കൊല്ലം പഠിപ്പിച്ച ഒരു ടീച്ചറെ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്ന് കണ്ടു ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്താനായിട്ട് അന്നത്തെ പഠിപ്പിസ്റ്റുകളുടെ പേരൊക്കെ പറഞ്ഞിട്ട് ആ ക്ലാസ്സിലുള്ളത് എന്നൊക്കെ പറയാണ്.
അപ്പോൾ ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സബ്ജക്റ്റിന് ഫിസിക്സിന് നിനക്ക് 6 മാർക്കല്ലേ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയാണ്, പക്ഷേ ഹിന്ദിയേക്കാൾ 4 മാർക്ക് കൂടുതൽ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ടീച്ചർ അതെയോ, അപ്പൊ ഹിന്ദിക്ക് എത്ര 2? ഞാൻ വളരെ വിനയാന്വിതനായിട്ടൊക്കെ അഭിനയിച്ചു. അപ്പോൾ ടീച്ചർ അടുത്ത കാര്യം പറഞ്ഞത് എന്താണെന്നറിയോ, എടാ നിന്നെ പോലത്തെ ഒരു പയ്യന്റെ ഫോട്ടോ കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു, ഒരു റാസി റൊസാരിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ മുഖച്ചാൽ നിന്റെ പോലെ തന്നെ ആയിരുന്നു എന്ന് പറയണത്. അപ്പൊ ഞാൻ ഒരു ടീച്ചർ അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ ടീച്ചർ ഇങ്ങനെ കുറച്ചു നേരം വായ വിളിച്ചിട്ട് അയ്യോ ഞാൻ കരുതിയത് നീ വല്ല തുണിക്കടയിൽ നിൽക്കുമായിരിക്കും എന്നാണത് എന്ന് പറഞ്ഞത്. അപ്പൊ എന്നിട്ട് അവിടെ ഒരു വ്യത്യാസം വന്നില്ലേ? അപ്പൊ ടീച്ചർ വേഗം കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ പിന്നീട് പഠിച്ചു എന്നൊക്കെ പറഞ്ഞു, MLLB വരെ ആയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോ ടീച്ചർ പറഞ്ഞു നന്നായി വരും, ഇനി തോക്കൂല എന്നൊക്കെ പറഞ്ഞല്ല. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് 4 വർഷം ഒരേ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ടീച്ചർമാർക്ക് സീനിയോറിറ്റി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ടീച്ചർമാരൊരു അനുഗ്രഹം വന്നേ ഉണ്ട്, നന്നായിട്ട് വരും. കാരണം എവിടെ പോയാലും ടീച്ചർമാർക്ക് പുതിയ പിള്ളേർ വരുമ്പോ പേടിക്കേണ്ട കാര്യമില്ല, കാരണം സീനിയർ ഒരുത്തരുണ്ട്, നമ്മുടെ മകനെ പോലെ ഒരുത്തരുണ്ട്. അപ്പൊ റാസി ഏകദേശം നമുക്കൊരു വൈൻഡപ്പ് സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. അതിന് മുന്നേ എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാൽ, ഇത്രയും ഗോളുകൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളാണ്. ഇത്രയും ഗോളുകൾ സെറ്റ് ചെയ്ത് പോകുന്ന റൊണാൾഡോനെ പോലെ അല്ലെങ്കിൽ മെസ്സിയെ പോലെ ഗോളുകൾ അടിച്ചടിച്ചടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റാസിയുടെ ഒരു ഡ്രീം ഉണ്ടാവും എല്ലാവർക്കും. വരക്കുന്നതിലല്ല ഉദ്ദേശിക്കുന്നത്, വേറെ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഡ്രീം നിങ്ങളുടെ മനസ്സിലുണ്ടോ? എൻ്റെന്ന് വെച്ചാൽ എൻ്റെ ഒരു ചിന്ത, ഇപ്പോൾ ഒരാൾ ഓട്ടക്കാരനായാൽ അയാൾ ഒളിമ്പിക്സിൽ കുറഞ്ഞ ലക്ഷ്യം പാടില്ല എന്നാണ്. ഈ ഒളിമ്പിക്സിൽ കുറഞ്ഞ ലക്ഷ്യം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന തെറ്റാണ് ശരിക്കും. കാരണം ഇപ്പോൾ ഒരാളൊരു പഞ്ചായത്ത് മെമ്പറായി, ഒരാളൊരു മിനിസ്റ്ററായി എന്ന് വെച്ചു, ഇത് രണ്ടിനു വേണ്ടിയും ഒരാൾ ഉപയോഗിക്കുന്ന ഒരായുസ് തന്നെയാണ് സത്യം. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ മിനിസ്റ്റർ ആവുന്നതെന്ന് വെച്ചാൽ അയാൾക്ക് ചുറ്റും വരച്ച വൃത്തം വലുതായിരുന്നു, മെമ്പർ വരച്ചത് ചെറിയ വൃത്തമായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വലിയ വൃത്തം വെച്ചിട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം രാജാരവിവർമ്മയെ കവർ ചെയ്ത് കയറണം എന്ന് എൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചല്ല. പക്ഷെ സത്യത്തിൽ ഞാൻ എൻ്റെ എളിമ കൊണ്ട് പറയാത്തൊരു കാര്യമുണ്ട്. അതായത് എനിക്ക് ശരിക്കും പാബ്ലോ പിക്കാസോയെ കവർ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എളിമ ഉള്ളവരായി പോയിക്കൊണ്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, അതുകൊണ്ടായിരുന്നു ഇപ്പോൾ പറയാത്തത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ മേഖലയിൽ വരുമ്പോൾ അത് വേൾഡ് വൈഡ് ആയിട്ട് തന്നെ വരിക. മാത്രമല്ല സംഗീതം പോലെ സാഹിത്യം പോലെ ചിത്രകല ജനകീയമായി കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള എയിം എന്ന് പറയുന്നത്. അപ്പോൾ പുസ്തകങ്ങൾ വാങ്ങുന്ന പോലെ പെയിൻറ്റിങ് വാങ്ങുന്ന ഒരു കൾച്ചർ ഉണ്ടാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കല നമ്മളിൽ വരുമ്പോൾ ഉള്ളൊരു ഗുണം നമുക്ക് ഈ മറ്റ് അതിർത്തികൾ ഇല്ലാതെയാവും. അതായത് ജാതി, മതം, ദേശം എന്നൊക്കെ പറയണേ. കാരണം ഇപ്പം നിറങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചത് തന്നെ നിറങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ചിന്തിക്കുക. കാരണം നിറങ്ങളില്ലാതെ ഒന്നുമില്ല. നിറങ്ങളില്ലാത്ത ഒരു ഇത് നോക്കുക, നമുക്കൊന്നും തിരിച്ചറിയാനോ നമുക്ക് ആസ്വദിക്കാനോ പറ്റില്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രപഞ്ചമാണെന്ന് നമ്മൾ കുറേ ദിവസം കഴിഞ്ഞാൽ എഴുന്നേൽക്കില്ല. അപ്പം ആ നിറങ്ങളാണ് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത്. അപ്പം ആ നിറങ്ങൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്രത്തോളം സംഗീതം പോലെ സാഹിത്യം പോലെ എത്തിക്കാൻ പറ്റുമോ, അതാണ് എൻ്റെ ശരിക്കുള്ള എയിം എന്ന് പറയുന്നത്. ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ച ഗോളാണ്. രമ്യാണ്, നീ ഇന്ന് തന്നെ കൊച്ചിന് ബ്രഷും പേനയൊക്കെ മേടിച്ചു പഠിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം എന്തായാലും റാസി ഇത്രയും നേരം ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് നിങ്ങളുടെ വിലപ്പെട്ട സമയം, കാരണം ഒരു കല മാത്രമല്ല നിങ്ങൾ കൊണ്ടുനടക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അത്രയും വിലപ്പെട്ട സമയം തന്നെയാണ് എനിക്ക് വേണ്ടി കുറച്ച് നേരം നിങ്ങൾ രണ്ടുപേരും പുറത്ത് വെയിറ്റ് ചെയ്തു. നമ്മളിവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ട് അപ്പോൾ ഞാനതിന് ക്ഷമയൊന്നും ചോദിക്കുന്നില്ല, ബിരിയാണി കിട്ടാത്തതുകൊണ്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു. എന്നാൽ ഇത്ര നേരം വന്നിരുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ സ്റ്റുഡിയോ ജെസ്സി സ്റ്റുഡിയോ ഞങ്ങളുടെ ഒരു കൊച്ചു പരിപാടിയാണ്, അതൊന്ന് വൽക്കരിക്കണമെന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ. എന്താണ് ജെസ്സി സ്റ്റുഡിയോനോടും ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സിനോടും പറയാനുള്ള ഒരു ഇത്? എനിക്ക് ഇവിടെ വരുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം ഞാനും തുടങ്ങുന്ന അതുപോലെ ചെറിയ സ്റ്റെപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേ നമ്മൾ ആ ഫിനിഷിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും കുറവ് വരരുത്. അതായത് ഇത്രയും മതി എന്നൊരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഞാൻ പിന്നെ ഒന്നും കൂടി വർക്ക് ചെയ്യും. ഒരു ദിവസം കൂടി അതിന് വേണ്ടി എക്സ്ട്രാ കൊടുക്കുക. ആ ഒരു ദിവസത്തിലാണ് ഏറ്റവും ഭംഗിയായിട്ട് അത് മാറുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വർക്ക് ചെയ്യുമ്പോൾ ഏത് കാര്യവും ഇത്രയും മതി എന്ന് തീരുമാനിക്കാതിരുന്നാൽ മാത്രം മതി, ബാക്കി നമ്മൾ അങ്ങ് എത്തിക്കോളും ശരിക്കും. തീർച്ചയായിട്ടും അതാണ് എനിക്ക് എല്ലാവരോടായിട്ട് പറയാനുള്ളത്. അപ്പോൾ സമയം സ്പെൻഡ് ചെയ്തതിന് നാളെ നമ്മുടെ ഈ ഒരു ജെസ്സി സ്റ്റുഡിയോ നിങ്ങളിലൂടെ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.